നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം പ്രത്യക്ഷമായും പരോക്ഷമായും ഭാരതത്തിനെതിരായ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് ഭാരതം ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും ഒപ്പം ഭാരതം അതിവേഗത്തിൽ സാമ്പത്തിക ശക്തിയായി പുരോഗതി പ്രാപിക്കുന്നതും ട്രംപിന് അങ്ങ് പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% ഇറക്കുമതി തീരുവ ഇതിനോടകം ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് അമേരിക്കൻ കമ്പനികൾ ഭാരതത്തിൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനെയും ഭാരതീയരായ ജീവനക്കാരെ നിയമിക്കുന്നതിനെയും ട്രംപ് വിമർശിച്ചത്. ഇത് അമേരിക്കയിലെ ജോലിക്കാർക്ക് അവസരം നഷ്ടപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വാദം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികൾ അവരുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളും തൊഴിൽ ശക്തിയും തിരികെ അമേരിക്കയിലേക്ക് മാറ്റണം എന്ന നിലപാടാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇത്തരം വാദങ്ങൾക്കൊന്നും അമേരിക്കൻ കമ്പനികൾ വില കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. ആഗോള ടെക് ഭീമനായ ആപ്പിൾ ഇന്ത്യയിലെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ബംഗളൂരുവിൽ 2.7 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓഫീസ് കെട്ടിടം 10 വർഷത്തേക്ക് വാടകയ്ക്കെടുത്തത് അതിനൊരു ഉദാഹരണമായിരുന്നു. ഏകദേശം 1010 കോടി രൂപയുടെ വാടക കരാറാണ് ആപ്പിൾ കമ്പനി ഒപ്പുവെച്ചത്. ഇപ്പോഴിതാ മറ്റൊരു അമേരിക്കൻ കമ്പനിയായ ChatGPT വികസിപ്പിച്ച ഓപ്പൺ AI ഇന്ത്യയിൽ ആദ്യ ഓഫീസ് തുറക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. ഈ വർഷം ഡിസംബറിൽ ദില്ലിയിൽ കോർപ്പറേറ്റ് ഓഫീസ് ആരംഭിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. നിലവിൽ ഇന്ത്യയിൽ ഒരു ജീവനക്കാരി മാത്രമാണ് ഓപ്പൺ AIക്ക് ഉള്ളത്. പബ്ലിക് പോളിസി, പാർട്ണർഷിപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രഗ്യ മിശ്രയാണ് ഇന്ത്യയിലെ ഏക ജീവനക്കാരി. ഇന്ത്യയിലെ ഓഫീസ് തുറക്കുന്നതിന്റെ ഭാഗമായി 3 തസ്തികകളിലേക്ക് കമ്പനി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സെയിൽസ് വിഭാഗത്തിലാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതെന്ന് ഓപ്പൺ AI വ്യക്തമാക്കി. ഇന്ത്യൻ സർക്കാരുമായും വ്യാവസായിക മേഖലയുമായും കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ഓപ്പൺ AIയുടെ ലോകത്തിലെ 2ാമത്തെ വലിയ മാർക്കറ്റാണ് ഭാരതം. അമേരിക്കയാണ് ഇക്കാര്യത്തിൽ മുന്നിൽ. ChatGPTയുടെ ഉപയോക്താക്കളുടെ എണ്ണം ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 4 ഇരട്ടിയായി വർദ്ധിച്ചു. ഇന്ത്യൻ സർക്കാരും വ്യവസായങ്ങളുമായി കൂടുതൽ ഇടപാടുകൾ നടത്താനാണ് ഇന്ത്യയിൽ ഓഫീസ് തുടങ്ങുന്നത്. കേന്ദ്ര സർക്കാർ കരാറുകളടക്കം കമ്പനി ലക്ഷ്യം വയ്ക്കുന്നതായെന്നാണ് സൂചന. AI മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ നേരത്തെ തന്നെ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തിടെ ഇന്ത്യൻ യൂസർമാർക്കായി മാത്രം കമ്പനി ChatGPTയുടെ കുറഞ്ഞ വരിസംഖ്യയുള്ള പ്ലാൻ അവതരിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഉപയോക്താക്കൾക്കായി 399 രൂപയുടെ കുറഞ്ഞ വരിസംഖ്യയുള്ള ChatGPT Go പ്ലാനാണ് ഓപ്പൺ AI അവതരിപ്പിച്ചത്. ഈ വർഷം അവസാനം ഇന്ത്യയിൽ ഡെവലപ്പർ ഡേയും വിദ്യാഭ്യാസ സമ്മിറ്റും സംഘടിപ്പിക്കാനും ഓപ്പൺ AI പദ്ധതിയിടുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിൽ ഒന്നായാണ് കമ്പനി ഇന്ത്യയെ കാണുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഓഫീസ് തുറക്കുവാനുള്ള ഓപ്പൺ AIയുടെ പ്രഖ്യാപനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ TV.